വിടു വിടു സൂത്രം. ഏത് സൂത്രമാണിത്? വിടു വിടു സൂത്രത്തെ പറ്റി പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വിടു വിടു സൂത്രം. വാക്യത്തിന്റെ അവസാനം വിടു എന്ന് വരുമ്പോൾ അതാണ്. എന്നെ പറയാൻ വിടൂ, എന്നെ നോക്കാൻ വിടൂ, എന്നെ ഉറങ്ങാൻ വിടൂ, എന്നെ പോകാൻ വിടൂ, ഇതുപോലുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്യങ്ങൾ വരുമ്പോൾ ലെറ്റ് മീ അല്ലെങ്കിൽ അലോ മീ എന്ന പദം ഉപയോഗിക്കണം. തുടർന്ന് വിശദീകരിച്ച് ഈ വാക്യങ്ങൾ കാണാം. അടുത്ത പേജിലേക്ക് പോകാമോ? വിടു വിടു സൂത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും. ഓക്കെ. എന്നെ നോക്കാൻ വിടൂ, ലെറ്റ് മീ സീ. എന്നെ പോകാൻ വിടൂ, ലെറ്റ് മീ ഗോ. എന്നെ എഴുതാൻ വിടൂ, ലെറ്റ് മീ റൈറ്റ്. എന്നെ പാടാൻ വിടൂ, ലെറ്റ് മീ സിംഗ്. എന്നെ ഓടാൻ വിടൂ, ലെറ്റ് മീ റൺ. എന്നെ ഉറങ്ങാൻ വിടൂ, ലെറ്റ് മീ സ്ലീപ്. എന്നെ വാങ്ങാൻ വിടൂ, ലെറ്റ് മീ ബൈ. എന്നെ ഇരിക്കാൻ വിടൂ, ലെറ്റ് മീ സിറ്റ്. എന്നെ സംസാരിക്കാൻ വിടൂ, ലെറ്റ് മീ ടോക്ക്. എന്നെ കളിക്കാൻ വിടൂ, ലെറ്റ് മീ പ്ലേ. ഇവിടെ നോക്കൂ, പ്രയാസമുള്ളത് ഒന്നുമില്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വിടു വിടു സൂത്രത്തോടൊപ്പം വാക്യങ്ങൾ പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ. സബ്ജക്റ്റ് പ്രൊനൗൺസ്. ഐ എന്നാൽ ഞാൻ, ഹി എന്നാൽ അവൻ, ഷീ എന്നാൽ അവൾ, ദേ എന്നാൽ അവർ, അവ. ഓബ്ജക്റ്റ് പ്രൊനൗൺസ്. മീ എന്നാൽ എന്ത്, ഹിം എന്നാൽ അവനെ, ഹെർ എന്നാൽ അവളെ, ദം എന്നാൽ അവരെ, അവയെ. നിങ്ങൾ പ്രധാനമായും ഓർമ്മ വെക്കേണ്ടത് ഈ വിടു വിടു സൂത്രം പറയുമ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺസ് വരികയില്ല. എന്നാൽ ഐ ഞാൻ, ഹി അവൻ, ഷീ അവൾ, ദേ അവർ അവ ഇവ വരികയില്ല. ഒബ്ജക്റ്റ് പ്രൊനൗൺസ് വരും. അതായത് മീ എന്നാൽ എന്നെ, ഹിം എന്നാൽ അവനെ, ഹെർ എന്നാൽ അവളെ, ദം എന്നാൽ അവരെ അവയെ. ജസ്റ്റ് ഇങ്ങനെ ഓർമ്മിച്ചു കൊള്ളുക, ഡീപ്പാകെ വേണ്ട. വീണ്ടും പ്രൊനൗൺ ഒബ്ജക്റ്റ് ഈ ഡീറ്റെയിൽ ആയി പോകാതെ സബ്ജക്റ്റ് പ്രൊനൗൺ എന്നാൽ ഈ 4 പറഞ്ഞു തരാം. ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്നാൽ 4 എന്ന് പറഞ്ഞു. ഈ സബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ട. അങ്ങനെയായാൽ ഐ എന്ന പദം ഈ വിടു സൂത്രത്തിൽ വരില്ല. ഐ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് മീ വരുന്നു, ഹി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഹിസ് വരുന്നു, തേ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ദം വരുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വിടു വിടു സൂത്രത്തോടെ വാക്യങ്ങൾ മലയാള വാക്യവും ഇംഗ്ലീഷ് വാക്യവും. നമ്പർ 1, അവനെ കാണാൻ വിടൂ, ലെറ്റ് ഹിം സീ. ലെറ്റ് ഹി സീ എന്ന് പറയാൻ പാടുള്ളതല്ല, ലെറ്റ് ഹിം സീ എന്ന് പറയണം. നമ്പർ 2, അവളെ വായിക്കാൻ വിടൂ, ലെറ്റ് ഹെർ റീഡ്. നമ്പർ 3, അവരെ പാടാൻ വിടൂ. നമ്പർ 4, എന്നെ പറയാൻ വിടൂ, ലെറ്റ് മീ ടോക്ക്. നമ്പർ 5, അവരെ കാണാൻ വിടൂ, ലെറ്റ് ദം മീറ്റ്. അർത്ഥം മനസ്സിലായില്ലേ? ഇവിടെ ശ്രദ്ധിക്കൂ, ഇംഗ്ലീഷ് വാക്യമുള്ള ഇടങ്ങളിൽ ആകെ 5 വാക്യങ്ങളിൽ ലെറ്റിന് സി മുതൽ വാക്യങ്ങളിൽ ഹിം വന്നു. അങ്ങനെ തന്നെ 2ാം വാക്യത്തിൽ ലെറ്റിന് റീഡിന് മധ്യത്തിൽ ഹെർ വന്നു. 3ാം വാക്യത്തിൽ ലെറ്റിനും സിങ്ങിനും ഇടയിൽ ദം വന്നു. 4ാം വാക്യത്തിൽ ലെറ്റിനും ടോക്കിനും മധ്യത്തിൽ മീ വന്നു. 5ാം വാക്യത്തിൽ ലെറ്റിനും മീറ്റിനും മധ്യത്തിൽ ദം വന്നു. ദേ വന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? വിടു വിടു സൂത്രത്തോടൊപ്പം ഇനിയും ചില വാക്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, ഓർമ്മ വെക്കേണ്ടുന്ന ഫോർമുല ലെറ്റ് മീ അല്ലെങ്കിൽ ലെറ്റ് ഹെർ എന്ന് പറയൂ, അല്ലെങ്കിൽ ലെറ്റ് ഹിം എന്ന് പറയൂ. ഇവിടെ ലെറ്റ് ദം എന്ന് പറയൂ. ഇവിടെ നോക്കൂ, ലെറ്റ് മീ ഈറ്റ് എന്നാൽ എന്നെ ഭക്ഷിക്കാൻ വിടൂ. ലെറ്റ് മീ ഈറ്റ് എന്നാൽ എന്നെ ഭക്ഷിക്കാൻ വിടൂ. ലെറ്റ് ദം ഈറ്റ് എന്നാൽ അവയെ ഭക്ഷിക്കാൻ വിടൂ. ലെറ്റ് ഹിം ഈറ്റ് എന്നാൽ അവനെ ഭക്ഷിക്കാൻ വിടൂ. മേൽ കൊടുത്ത 4 വാക്യങ്ങളിൽ ശ്രദ്ധയോടെ നോക്കുക, കാര്യം മനസ്സിലാകും. ഓക്കെ.